ഇത് നിങ്ങളുടെ ബുക്കാണോ, ഇത് നിങ്ങളുടെ പുസ്തകമാണോ, ഈ ആപ്കി കിതാബ് ഹേ, ഈ ആപ്കി കിതാബ് ഹേ. നമ്മൾ സാധാരണഗതിയിൽ ആപ്കാ കിതാബ് ചോദിക്കുന്നുവെങ്കിൽ അങ്ങനെയല്ല ചോദിക്കേണ്ടത്. ആപ്കി കിതാബ് ഹേ, ക്യാ യേ ആപ്കി കിതാബ് ഹേ, ഈ പുസ്തകം താങ്കളുടേതാണോ? നെയ് യേ മേരി ബേട്ടി കി കിതാബ് ഹേ, ഇതെൻ്റെ മോളെ പുസ്തകമാണ്. അല്ലെങ്കിൽ യേ മേരാ ബേട്ട കീ കിതാബ് ഹേ, അവിടെയാണ് സംഭവമുള്ളത്. കീ കിതാബ് എന്ന് പറയാം. അപ്പോൾ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ കീ എന്ന് പറയുക. ആപ്കി, മേരി, തേരി എന്ന് പറയാം. ഓക്കെ, തേരി കിതാബ് കഹാൻ രഖാ ഹേ, തേരി കിതാബ് കഹാൻ ദേഖെങ്കി, നിങ്ങളുടെ പുസ്തകം എവിടെയാണ് കാണുക, ഇങ്ങനെയൊക്കെ പറയാം. തേരി കിതാബ്. അപ്പോൾ നമ്മൾ സാധാരണക്കാരായ ആളുകൾ ആ കിതാബ് എന്ന വാക്കിനെ നമ്മൾ കലം എന്നത് പുല്ലിംഗവും കിതാബ് പിന്നെ സ്ത്രീകളും ആണും പെണ്ണുമാണ് സംഭവം. അതൊരിക്കലും ആ വാക്കിലത് മനസ്സിലാവില്ല. പക്ഷേ ഈ ഭാഷയിൽ അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കണ്ടേ? അത് ഗുരുമുഖത്ത് നിന്ന് പഠിക്കുകയോ ഒബ്സർവ് ചെയ്ത് മറ്റു പലതിൽ നിന്ന് മനസ്സിലാക്കുകയോ ചെയ്യണ്ടേ? അപ്പോൾ കിതാബ് അത് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കണം. കിതാബ് സർവ്വസാധാരണ കിതാബ് എന്ന് പറയുന്നത് അവർ സ്ത്രീലിംഗ വാക്കായിട്ട് ഉപയോഗിക്കാറാണ് പതിവ്. ഓക്കെ, അപ്പോൾ മേരി കിതാബ് പുരാണ ഹേ, യേ ആപ്കി കിതാബ് കഹാൻ രഖാ ഹേ, ഇങ്ങനെയൊക്കെ ചോദിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കിതാബ് എടുത്തു. വേറൊന്ന് ചിട്ടിനെ കത്ത്, എഴുത്ത് എന്നൊക്കെ പറയും. ചിട്ടി ആകെ हमारे कंपनी से एक चिट्ठी आ गई, നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ചിട്ടി പണ്ടൊക്കെ മലയാളത്തിൽ ഒരു ചിട്ടി എന്ന് പറയാറുണ്ട്. ചിട്ടി ആ ഗയി, കത്ത് വന്നു. യേ കമ്പനിക്ക് ചിട്ടി ഹേ, ഇത് കമ്പനിയിൽ നിന്നുള്ള എഴുത്താണ്, ചിട്ടി എന്നാണ് പറയുക. അപ്പോൾ ചിട്ടി എന്ന് പറയുന്നത് എഴുത്ത്, കത്ത്, കുത്ത് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. എഴുത്തും കുത്തും എന്ന് പറഞ്ഞാൽ ഔത്താട്ടോ. അപ്പോൾ അത്തരം വാക്കുകളുടെ കൃത്യതയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആപ്കി കമ്പനി കി ചിട്ടി കഹാ ഹേ, കമ്പനി കി ചിട്ടി ബേജാ ഗയാ ഹേ, കമ്പനി കി ചിട്ടി കമ്പനിയുടെ എഴുത്ത് പോയിട്ടുണ്ട് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ രണ്ട് വാക്ക്. ഒന്ന് കിതാബ്, കലം അങ്ങനെയല്ല. കലം എന്ന് പറഞ്ഞാൽ പേനയാണ്. അത് പറയുമ്പോൾ പുല്ലിംഗായിട്ട് ഉപയോഗിക്കുക. യേ മേരാ കലം ഹേ, മേരാ കലം ഹേ എന്നത് മേരി കിതാബ് ഹേ എന്ന് പറയണം. ആപ്കി കിതാബ് ഹേ എന്ന് പറയണം. അപ്പം കിതാബും അതേപോലെ തന്നെ ചിട്ടിയും പുല്ലിംഗ വേടല്ല സ്ത്രീലിംഗ വേടായിട്ട് ഉപയോഗിക്കുന്നതിന് അറിവ് പുതിയതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്. ബഹുത് ധന്യവാദ്, ബടിയ, ശുക്രിയ.